Hi students, welcome to my classroom. Now we are going to discuss about the process of performance appraisal. The performance appraisal includes the following steps. That means there are 7 steps. First one, determining the objective. Second one, establishing performance or standard or criteria. Third one, communicating the result. Fourth one, measuring the performance. Fifth one, comparing the actual performance with the standard. Sixth one, discussion. And last one, corrective action. Okay. First step, determining the objective. This is the first step in performance appraisal process. It may be related or evaluate the actual performance of individual on the job or to determine the potential of individual to higher post or both. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ഒരു ജോബിൽ ചെയ്യുന്ന പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ആക്ച്വൽ പെർഫോമൻസ് എന്താണോ അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിനെ ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല പൊട്ടൻഷ്യാലിറ്റീസ് ആ എംപ്ലോയിയിൽ ഉണ്ടോ എന്നറിയാനായിരിക്കാം. അപ്പോൾ ഒരു ജോബിലുള്ള പെർഫോമൻസ് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ പോസ്റ്റിലുള്ള ജോബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ഒബ്ജക്റ്റീവ് അത് ആദ്യം സെറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷിംഗ് ദി പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ. Here, the job performance standard are to be fixed, which is related with work requirement that are expected from an employee on a particular job. ദാറ്റ് മീൻസ് ഇവിടെ ജോബ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ എംപ്ലോയിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർഫോമൻസ് എന്താണോ അതിൻ്റെ ബേസിലായിരിക്കും. ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് ഒരു ജോബ് അസൈൻ ചെയ്യുമ്പോൾ ആ ജോബിൽ അയാളുടെ പെർഫോമൻസ്, അയാളുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും, ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിലായിരിക്കും ക്രൈറ്റീരിയ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് മേ ബി ഓൺ ദി ബേസ് ഓഫ് ഫിസിക്കൽ നേച്ചർ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്, സെയിൽസ്, റവന്യൂ എക്സെട്ര. അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ നിന്ന് ഇത്ര ഔട്ട്പുട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഇത്ര സെയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റവന്യൂ ഇത്ര എമൗണ്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. Then, if the work performance cannot be measured in quantitative terms, the criteria may be determined by considering the personal characteristics also. Clear? These criteria may include employee's performance, his honesty, reliability, job knowledge, cooperation, initiative, leadership, learning ability, judgment, sense of responsibility, alertness, communication, promotional potential, etc. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മാത്രമല്ല നമുക്ക് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ക്വാളിറ്റേറ്റീവ് ടേംസിലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളം ഹോണസ്റ്റ്ലി ആയിട്ട് അയാൾ വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം കോപ്പറേറ്റീവ് ആണ്, ജോബ് നോളജ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വിശ്വാസ്യത ഉണ്ട്, അതുപോലെ ലീഡർഷിപ്പ് സ്കില്ലുണ്ടോ, ലേണിംഗ് എബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഇനീഷ്യേറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇനീഷ്യേഷൻ എടുക്കുന്നുണ്ടോ, ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ, റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണോ, അലേർട്ട്നെസ് ഉള്ള ആളാണോ, കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, പ്രൊമോഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്വാളിറ്റേറ്റീവ് ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദി സ്റ്റാൻഡേർഡ് ഒരു ക്രൈറ്റീരിയ ഷുഡ് ബി മെൻഷൻഡ് ക്ലിയർലി ഇൻ ദി അപ്രൈസൽ ഫോം. അപ്പോൾ ഏതാണോ ക്രൈറ്റീരിയ, ഏതാണോ സ്റ്റാൻഡേർഡ് എന്നുള്ളത് അപ്രൈസൽ ഫോമിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും. Apart from this, person or persons who are required to do appraisal and number of times appraisal is to be done etc. should be also decided. That means എത്ര പ്രാവശ്യം ഒരാൾ അപ്രൈസ് ചെയ്യണം, എത്ര നമ്പർ ഓഫ് ടൈംസ് അപ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പേഴ്സൺസിനെ അപ്രൈസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്തിരിക്കും, ഡിസൈഡ് ചെയ്തിരിക്കും മുൻകൂട്ടി തന്നെ. ക്ലിയർ അല്ലേ? തേർഡ് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ് ദി സ്റ്റാൻഡേർഡ്. ആഫ്റ്റർ ഡിറ്റർമിനിങ് ദി ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്, ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി എംപ്ലോയീസ്. ബൈ നോയിങ് the performance standard, employees are able to know what is really expected from them. That means the standard of performance expected from employees should also communicate to evaluators. If there are any objections or suggestions regarding these standards, it may be recorded. The standard can be modified in light of the suggestion and recommendations obtained from evaluators and employees. അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയീസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് എംപ്ലോയീസിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. അതുപോലെ ഇവർ ഇവാലുവേറ്റ് ചെയ്യാവുന്നവരോടും
കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരാണോ എംപ്ലോയീസിൻ്റെ ജോബ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരെയും ഈ സ്റ്റാൻഡേർഡ് അറിയിക്കണം. അപ്പോൾ എംപ്ലോയീസിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യും, അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡിൽ ചേഞ്ച് വരുത്താം എന്ന് എംപ്ലോയീസിൽ നിന്നോ ഇവാലുവേറ്റേഴ്സിൽ നിന്നോ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സജഷൻസ് വരുവാണെങ്കിൽ ആ റെക്കമെൻഡേഷൻസും സജഷൻസും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ ചേഞ്ചസ് വരുത്താം. Clear alle? Next point is measuring performance. This is the next stage in the performance appraisal process. The actual performance of employees must be measured. The standard and well accepted performance measurement technique should be used for measuring the performance. Personal observation, written reports, face-to-face interaction are the common method used to collect information relating to the performance. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് മെഷർ ചെയ്യുന്നത് വളരെ സ്റ്റാൻഡേർഡ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. പേഴ്സണൽ ഒബ്സർവേഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാം, റിട്ടേൺ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാം പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മെത്തേഡ്സൊക്കെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് കമ്പയറിങ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റെപ്പിൽ ഫിഫ്ത്തിൽ ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യാം ഫോർ ഇവാലുവേഷൻ. ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. അത് ആക്ച്വൽ പെർഫോമൻസ് ഏതും സ്റ്റാൻഡേർഡും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. സച്ച് എ കമ്പാരിസൺ വിൽ ഹെൽപ്പ് ടു ഹൈലൈറ്റ് ദി ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഫ്രം സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഡീവിയേഷൻസ് ക്ലിയർ ആവുള്ളൂ. വ്യത്യാസങ്ങളുണ്ടായിരിക്കും, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ദീസ് ഡീവിയേഷൻ മേ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസം സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. സ്റ്റാൻഡേർഡിനേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും, അതുപോലെ സ്റ്റാൻഡേർഡിനേക്കാൾ ബിലോ പെർഫോമൻസ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണോ അവിടെ ഡീവിയേഷൻ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡിസ്കഷൻ. After that, it is necessary to communicate the result of the appraisal to the employees. Not only the deviation but also the reason for the deviation are analyzed and discussed with the employees. The discussion will enable the employee to know their individual strength and weakness. By knowing this, he tried to improve the performance in future. Clear or no? ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഡീവിയേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീവിയേഷൻ്റെ റീസൺസ് എന്താണെന്നുള്ളതും കൂടെ അനലൈസ് ചെയ്ത് പറയും, എംപ്ലോയീസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. എംപ്ലോയീസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇൻഡിവിജ്വൽ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ബെറ്റർ പെർഫോമൻസിൽ ഫ്യൂച്ചറിൽ ബെറ്റർ പെർഫോമൻസിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം, അവരെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസും കിട്ടും. അവർക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഡീവിയേഷൻസൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഡീവിയേഷൻസ് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, എംപ്ലോയീസായിട്ട് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കറക്റ്റീവ് ആക്ഷൻ. ബൈ വേ ഓഫ് കണ്ടക്ടിങ് ദ ഡിസ്കഷൻ വിത്ത് എംപ്ലോയീസ്, the steps needed for improving the performance can be identified, and on that basis corrective action can be taken. Coaching, training, counseling etc. can be conducted to improve the performance of employees. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ, ഡീവിയേഷൻ ഓവർകം ചെയ്യാൻ എന്ത് വേണം, കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതായത് ഡീവിയേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, കോച്ചിങ് കൊടുക്കേണ്ടി വരും, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ് ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഡീവിയേഷൻസ് ഓവർകം ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഓർ ടൈപ്സ് ഓഫ് അപ്രൈസൽ. The following are the important types of performance appraisal. First one, formal appraisal. This is the type of appraisal adopted by medium and large scale industries. This appraisal is done by step process.
So, there is a formal procedure for appraisal of employees. A professional approach is followed in performance appraisal. ഇത് തികച്ചും ഫോർമൽ ആയിട്ടുള്ള അപ്രൈസൽ മെത്തേഡാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന സർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോർമൽ ആയിട്ടുള്ള അപ്രൈസൽ എന്ന് പറയുന്നത്. മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ഈ ടൈപ്പ് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. സെക്കൻഡ് വൺ, ഇൻഫോർമൽ അപ്രൈസൽ. Informal appraisal is conducted in a small units having only few personnel. വളരെ കുറച്ച് നമ്പർ ഓഫ് പേഴ്സൺസ് ഉള്ള എംപ്ലോയീസ് ഉള്ള സ്മോൾ യൂണിറ്റ്സ് ആണ് ഇൻഫോർമൽ അപ്രൈസൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്തൗട്ട് ഇൻവോൾവിങ് എനി ഫോർമൽ പ്രൊസീജിയർ. അവിടെ ഫോർമൽ പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് അപ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അപ്രൈസൽ വേണം എന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം. കുറച്ച് എംപ്ലോയീസ് ഉള്ളൂ എങ്കിൽ ഈസി ആയിട്ട് അപ്രൈസ് ചെയ്യാൻ പറ്റും. അത് ഇൻഫോർമൽ അപ്രൈസ് ആയാലും ഈസിയാണ്. Then management and ownership of business is vested in hands of the same person. It is a casual and unsystematic and haphazard appraisal. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല ഇവിടെ ചെയ്യുക. അൺസിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു അപ്രൈസൽ സിസ്റ്റമാണ് ഇൻഫോർമൽ അപ്രൈസൽ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് അപ്രൈസ് ചെയ്യുന്നൊരു മെത്തേഡ് ടൈപ്പ്. ദാറ്റ് മീൻസ് ഹിയർ ദ എംപ്ലോയീസ് ഇവാലുവേറ്റ് സുപ്പീരിയേഴ്സ്. ഇൻ മോസ്റ്റ് കേസസ് സബോർഡിനേറ്റ്സ് ആർ നോട്ട് competent to evaluate superiors because they are young and inexperienced to realize the importance of their officer's responsibility. ദാറ്റ് മീൻസ് സബോർഡിനേറ്റ്സും അപ്രൈസ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ സുപ്പീരിയേഴ്സിനെ എംപ്ലോയീസ് അപ്രൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇത് പക്ഷേ സബോർഡിനേറ്റ്സിന് പലപ്പോഴും സുപ്പീരിയേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണമെന്നില്ല. ബിക്കോസ് അവർ വളരെ യങ്ങായിരിക്കും, എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ ഓഫീസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ എന്നുള്ള ഒരു ബോധം, ഒരു റിയലൈസേഷൻ തന്നെ അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ശരിയാവാറില്ല. ദെൻ ഇൻഡിവിജ്വൽ അപ്രൈസൽ. One person conduct appraisal of his entire subordinates. ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ വ്യക്തി ഒരുപാട് എംപ്ലോയീസിനെ, അവരുടെ മൊത്തം എംപ്ലോയീസിന് എന്ത് ചെയ്യണം, ആളുടെ അണ്ടറിലുള്ള എല്ലാ സബോർഡിനേറ്റ്സിനും ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഗ്രൂപ്പ് അപ്രൈസൽ. ഹിയർ ദ റേറ്റിംഗ് ഈസ് ഡൺ ബൈ ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ്. ദേ സിറ്റ് ടുഗെദർ ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് എംപ്ലോയീസ്. ഇൻഡിവിജ്വലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്രൂപ്പ് അപ്രൈസൽ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ അപ്രൈസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സാണ്. അവർ ഒന്നിച്ചിരുന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുക, റേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. എംപ്ലോയീസിനെ അപ്രൈസ് ചെയ്യുമ്പോൾ ഒരൊറ്റ ആളല്ല, ഒരുപാട് ഇവാലുവേറ്റേഴ്സ് ഒന്നിച്ചിരുന്നാണ് എന്ത് ചെയ്യുന്നത്, അപ്രൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇനീഷ്യൽ അപ്രൈസൽ. ദിസ് ടൈപ്പ് ഓഫ് അപ്രൈസൽ ഈസ് ഡൺ ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ് ടു അസസ് ദ വർത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ദ ജോബ് ടു ബി അസൈൻഡ് ആൻഡ് ഹിസ് ഫ്യൂച്ചർ പൊട്ടൻഷ്യാലിറ്റീസ്. ഈ ഒരു അപ്രൈസൽ സിസ്റ്റം ചെയ്യുന്നത് ട്രെയിനിങ് പീരീഡിൻ്റെ ടൈമിലാണ്. ട്രെയിനിങ് പീരീഡിൻ്റെ ടൈമിൽ ഓരോ ഇൻഡിവിജ്വൽസ് ജോബിൽ അവരുടെ പെർഫോമൻസ്, അവരുടെ വാല്യൂ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത ഒരു സൂപ്പർവൈസർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത എംപ്ലോയീസ് ട്രെയിനിങ് പീരീഡിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഫ്യൂച്ചറിൽ അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്രൈസ് ചെയ്യലാണ് ഇനീഷ്യൽ അപ്രൈസൽ. സെവൻത്ത് വൺ, പ്രമോഷണൽ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ. Here it is done to select candidate for promotion training. പ്രൊമോഷൻ ട്രെയിനിങ്ങിലേക്ക് ക്യാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് അപ്രൈസലാണ് പ്രൊമോഷണൽ അപ്രൈസൽ. The personnels are selected for training after having been appraised of worth of the present job and potential for higher jobs. ഇപ്പോൾ ഹയർ ജോബിലേക്ക് സെലക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, അതിനുള്ള പൊട്ടൻഷ്യാലിറ്റീസ് എംപ്ലോയിക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പ്രൊമോഷണൽ അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് അപ്രൈസൽ. ഓക്കെ. ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.